വൃശ്ചികം 12 വിളക്കിൻ്റെ ദീപപ്രഭയിൽ ശബരിമല സന്നിധാനം. ദീപാരാധനാ സമയത്ത് ഭഗവാന്റെ സവിധം ദീപങ്ങൾ കൊണ്ട് പ്രകാശപൂരിതമായി. വലിയ ഭക്തജന തിരക്കിലാണ് സന്നിധാനം. ഇതുവരെ 80,000-ഓളം ഭക്തരാണ് ദർശനത്തിന് എത്തിയത്. സന്നിധാനത്ത് നിന്ന് അരുൺ കൊടുങ്ങു തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലാണ് ശബരിമല സന്നിധാനം. ഇന്ന് 12 വിളക്കായിരുന്നു. എന്തായാലും 12 വിളക്കിൻ്റെ ആ ദീപപ്രഭയിലായിരുന്നു ശബരിമല സന്നിധാനമുള്ളത്. ഇനി എന്തായാലും മലയാളികളായിട്ടുള്ള ഭക്തരുടെ ഒരു വലിയ തിരക്ക് കൂടി ശബരിമല സന്നിധാനത്തേക്കുണ്ടാകും. സാധാരണ 12 വിളക്കിന് ശേഷമാണ് ഈ മലയാളികളായിട്ടുള്ള തീർത്ഥാടകരുടെ ഒരു വലിയ തിരക്ക് ഉണ്ടാകാറുള്ളത്. എന്തായാലും വരും ദിവസങ്ങളിലും ആ തിരക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു സാധ്യതയാണ് നിലവിലുള്ളത്. എന്തായാലും ശരാശരി 90,000-ഓളം ഭക്തരാണ് ഒരു ദിവസം സന്നിധാനത്തേക്ക് എത്തുന്നത്. എന്തായാലും ഇന്നലെ 95,000-ഓളം ഭക്തരാണ് എത്തിയിരുന്നത്. ഇന്നും ആ ഒരു രീതിയിലേക്ക് അത്രയും ഒരു ഭക്തജന തിരക്ക് തന്നെയാണ് ശബരിമല സന്നിധാനത്തുണ്ടാകുന്നത്. നേരം 90,000-ന് മുകളിലേക്ക് ഇന്നും ഭക്തജനങ്ങൾ സന്നിധാനത്തേക്ക് എത്തുമെന്നാണ് കണക്ക് കൂട്ടുന്നത്. എന്തായാലും ഇതുവരെ മാത്രം 80,000-ലധികം ഭക്തർ സന്നിധാനത്തേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിലും ഈ തിരക്ക് കൂടാനുള്ള ഒരു സാധ്യത തന്നെയാണ് നിലവിലുള്ളത്. അതിലേറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ സ്പോട്ട് ബുക്കിങ്ങിലൂടെ ഭക്തരെ കയറ്റിവിടുന്നത് അത് കൃത്യമായി തന്നെ നിജപ്പെടുത്തി മാത്രമേ മുന്നോട്ട് പോകാനാകൂ എന്നാണ് ദേവസ്വം ബോർഡ് ഏറ്റവും ഒടുവിലും പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായി അവർ പറയുന്ന ഒരു കാര്യം, ഈ സ്പോട്ട് ബുക്കിങ്ങിലൂടെ എത്തുന്ന തീർത്ഥാടകർ അത് എണ്ണം കൂട്ടിയാൽ ശബരിമലയിൽ വീണ്ടും തിരക്ക് കൂടാനുള്ള സാധ്യതയുണ്ട്. അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങളിലേക്കൊക്കെ തന്നെ പോകേണ്ട ഒരിടം സാധ്യത കൂടിയുണ്ട്. അത്തരത്തിലുള്ള ഒരു തിരക്ക് വന്നാൽ അത് തുടക്കത്തിലുണ്ടായ പ്രശ്നം പോലെ, പ്രതിസന്ധി പോലെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഈ സ്പോട്ട് ബുക്കിംഗ് നിജപ്പെടുത്തി മാത്രമേ മുന്നോട്ട് പോകൂ എന്നാണ് ഇവർ പറഞ്ഞത്. എന്നാലും തിരക്ക് ഉണ്ടെങ്കിൽ പോലും അത് പൂർണ്ണമായി നിയന്ത്രണ വിധേയമാണ്. RAFും അതോടൊപ്പം തന്നെ NDRFും ഒക്കെ തന്നെ തിരക്ക് നിയന്ത്രണത്തിൽ നിർണായകമായ പങ്ക് വഹിക്കുന്നുണ്ട്. എന്തായാലും തിരക്ക് പൂർണ്ണമായും നിയന്ത്രണ വിധേയമാണ് ശബരിമല സന്നിധാനത്ത്.